മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതായത് മുല്ലപ്പെരിയാർ സുരക്ഷിതമോ, ആശങ്കപ്പെടാനില്ല എന്ന് വിദഗ്ധർ. അതായത് കോൺക്രീറ്റ് ഇല്ലാതെ നിർമ്മിച്ച രാജ്യത്തെ 2 വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. ഒന്നുള്ളത് തുംഗഭദ്രയാണ്. കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ വളരെയധികം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ 2 ദിവസം പോകണമെന്നാണ് അഖിൽ മാരാർ പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടെൻഷൻ അടിച്ച് പോകും എന്നുള്ളത് പുള്ളി പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഭയപ്പാടുണ്ടാവും. അതായത് അതിനോട് പുള്ളി പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കെതിരെയും ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഇടുക്കിയിൽ വന്ന് അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ അടുത്ത് വന്ന് താമസിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്നുള്ളതാണ്. ഇത് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം പറയുള്ളത്, ഇതൊരു വിദഗ്ധ സമിതി. ഇപ്പോൾ വിദഗ്ധ സമിതിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശങ്ക വേണ്ടെന്ന്. പക്ഷേ അത് ഒന്നുകൂടി ജനങ്ങളിലോട്ട് എത്തിക്കുക ആ ഒരു സംഭവം. അതായത് ഇത് ഏകദേശം 125 വർഷം അടുപ്പിച്ചോ മുകളിലുള്ള പഴക്കമായിട്ടുണ്ട്. 1895-ലാണ് തോന്നുന്നു ഈ ഡാം നിലവിൽ വന്നത്. അപ്പോൾ 50 വർഷത്തെ കാലാവധി എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ അതിപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് ഭീതി ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭീതിയുണ്ട്, അവർക്കൊരു ഭയമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അത് മാറ്റേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ ആ ഭീതിയിൽ എത്രത്തോളം കഴിയും, അവർക്ക് മാനസികമായിട്ട് എന്തുമാത്രം സമ്മർദ്ദം ഉണ്ടാവും. ഇപ്പോൾ പൊളിയോ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ കഴിയാൻ പറ്റും? അപ്പോൾ അതിന് വിദഗ്ധമായിട്ടുള്ള ഒരു സമിതിയെ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നുകൂടെ സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും ചേർന്ന് ഒരു വിദഗ്ധ സമിതി, അതായത് ഡാമിൻ്റെ ശക്തി പരിശോധിക്കുന്ന ആ ഒരു സമിതിയെ രൂപീകരിക്കുകയും ആ ഡാമിൻ്റെ ശക്തി അല്ലെങ്കിൽ ഡാമിന് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് ജനങ്ങളിലോട്ട് ആ ഒരു അവയർനെസ് എത്തുക. ആശങ്ക വേണ്ട, ഡാമിന് ഇത്രയും കാലാവധി ഉണ്ട്, ഇത്രയും കാര്യക്ഷമതയുണ്ട്, അവിടെ നിൽക്കും എന്നുള്ള ഒരു ക്ലാരിറ്റി ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാവും. ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇപ്പോൾ ഒരുപാട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ചെയ്തേ പറ്റുള്ളൂ. അവർ അത്രത്തോളം ടെൻഷനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. അതായത് ആശങ്ക മാറ്റുക. ഇപ്പോൾ ഡീകമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പലർക്കും അത് ഡീകമ്മീഷൻ എന്താണെന്ന് അറിയില്ല. ഡീകമ്മീഷൻ എന്ന് പറയുന്നത് ഡാമിനെ 3 രീതിയിലാണ് ഡീകമ്മീഷൻ സംഭവം. ഒന്ന് നിലനിർത്തിക്കൊണ്ട് ചെയ്യാം, ഒന്ന് പൊളിച്ചിട്ട് ചെയ്യാം, അല്ലാതെ രീതിയിൽ ചെയ്യുന്ന ഒരു 3 രീതി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഇപ്പോൾ തമിഴ്നാട് ഇതിനെതിരെ ഇന്നലെയൊക്കെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള സമരം, അത് അനാവശ്യമായിട്ടുള്ള ഭീതി കേരളത്തിൽ പടർത്തുകയാണ്. മുല്ലപ്പെരിയാറിനെതിരെ അത് പൊട്ടുകയില്ല എന്നുള്ള രീതിയിൽ അവിടെ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു പാട്ടക്കരാർ പുതുക്കേണ്ടി വരും. പുതിയൊരു ഡാം വരുമ്പോൾ പുതിയ പാട്ടക്കര വരുമോ എന്നുള്ള ടെൻഷൻ, പാട്ടക്കര വന്നാൽ അവർക്ക് വെള്ളം കിട്ടുമോ എന്നുള്ള ടെൻഷൻ. എത്രയോ കുടുംബങ്ങൾ, എത്രയോ അവിടെ കൃഷിക്ക് ഈ ഒരു വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അവർക്ക് വെള്ളം അവിടെ കിട്ടുന്നു, ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാവും എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ സർക്കാർ കൊടുക്കുക. ഇപ്പോൾ പുതിയൊരു ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് പുതിയൊരു ഡാം പണിയുകയാണെങ്കിൽ തന്നെ, പുതിയൊരു ഡാം പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാം ഡീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാമിലെ വെള്ളം അതിലേക്ക് വരുന്ന ജലസ്രോതസ്സിനെ നിലനിർത്തും. അതായത് ഗ്രാജുവലി നിർത്തിക്കൊണ്ട് പുതിയ ഡാമിലോട്ട് അത് വരികയും ഇത് പിന്നീട് ഗ്രാജുവലി പൊളിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാട്ടക്കരാർ ഉണ്ടാക്കുന്നതിന് വരെ അവർക്ക് ഉള്ള വെള്ളം കൊടുക്കൂ. അവർ കൃഷിയുണ്ട്, അവർക്ക് ജീവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ പാട്ടക്കരാർ തന്നെ നിലനിർത്തിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, പുതിയ ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അറിയാം, പുതിയൊരു ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി പോലും നിലനിൽക്കുമോ എന്നുള്ളത് കൺഫ്യൂഷൻ. അത് വേറെ. പഞ്ചവടി പാലം എന്ന സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ, പഴയ. അപ്പോൾ ഇതൊരു പഴയ സുർക്കി മിശ്രിതത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ചെളിയും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു, അന്ന് സിമെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല, 300 വർഷങ്ങൾക്ക് മുമ്പൊന്നും സിമെൻറ്റ് ഇല്ല. അപ്പോൾ ആ സുർക്കി മിശ്രിതത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള 2 ഡാമാണുള്ളത്. തുംഗഭദ്രയുടെ ഷട്ടർ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചുണ്ണാമ്പൊക്കെ കാലക്രമേണ വെള്ളത്തിൽ ലയിക്കുകയും, പിന്നെ ഇത് ഗ്രാവിറ്റി ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അത് എത്ര വന്നാലും തകരത്തില്ല. പക്ഷേ ഒരു 50 വർഷ കാലാവധി ഉണ്ട്. ഒരു വീടിനായിരുന്നാലും നമ്മളൊരു നിർമ്മിക്കുന്ന എന്തൊരു സംഭവത്തിനും ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ ആ ഒരു കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം വരുന്നതിലാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. പാട്ടക്കരാർ, അങ്ങനെ ഒരു പാട്ടക്കരാർ 999 വർഷത്തിൻ്റെ പാട്ടക്കരാർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പാട്ടക്കരാർ ഉണ്ടെങ്കിൽ അവർക്ക് ജലസേചനത്തിനുള്ള, അവർക്ക് വെള്ളം കിട്ടുവാനുള്ള, അവർ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങളാണ്, അവരും അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും വെള്ളം കിട്ടണം, അവർക്കും കൃഷിക്ക് വെള്ളം കിട്ടണം. അവർക്ക് ആ പാട്ടക്കരാർ തന്നെ ജസ്റ്റ് ഒന്ന് പുതുക്കി കൊടുക്കുക, എഴുതി കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കാരണം അവർക്ക് വെള്ളം കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളവർ നേരെ കേരളത്തിനെ വിമർശിച്ച് പറഞ്ഞുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ അവരെയും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പുതിയ ഡാം ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാമിന് ഇത്ര വർഷ കാലാവധി കൊണ്ട് വേറെ ടെൻഷൻ വേണ്ട എന്നുള്ളത് കറക്റ്റായിട്ട് ജനങ്ങളുടെ ഒരു അവയർനെസ് കൊടുക്കുക. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി അവരുടെ ഉള്ളിലുണ്ടാവും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അഖിൽമാരാർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം അതിനെതിരെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതേ ഉള്ളു മാർഗം. അത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം ചെയ്യുക. ആ ഡാം പുതുതായിട്ട് ചെയ്യുമ്പോൾ അത് അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഒരു 50 വർഷ കാലാവധി ഒന്നും പോരാ. നമുക്ക് എന്താ പറയുക, ഒരു ആജീവനാന്ത പറയല്ലോ, ഒരു 100 വർഷം, ഒരു മനുഷ്യൻ്റെ ആയുസ് ഒരു മിനിമം ഒരു 80 വർഷം ആ ഒരു ഇതെങ്കിലും നിൽക്കുന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അത്രയും സ്ട്രോങ് ആയിരിക്കുകയും വേണം. അപ്പോൾ ഇതാണ് എനിക്ക് ആ വീഡിയോ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ മുമ്പ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അഡ്വക്കേറ്റ് എന്താ പറയുക റസൽ ജോയ്, അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ ഇതുപോലൊരു ഭൂകമ്പമോ ഉരുൾപൊട്ടലോ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇടുക്കി ഡാം എടുത്തു അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു ചാനൽ പോലും കാണില്ല, ആൾക്കാർ പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയി. ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നതുപോലെ ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. കാരണം നമുക്ക് അറിയാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത് വെച്ചിട്ട് നമ്മൾ തിരുവനന്തപുരത്താണ്, വേറെ സേഫാണ്, നമുക്ക് വേറെ പ്രശ്നമില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാടാണ്, നമ്മുടെ രാജ്യമാണ്. അപ്പോൾ അവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഓരോ ഡാമുകളും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് നമുക്ക് നെയ്യാർ ഡാമുണ്ട്, അരുവിക്കര ഡാമുണ്ട്. ഇതെല്ലാം വർഷങ്ങൾ പഴക്കമുള്ള ഡാമുകൾ തന്നെയാണ്. ഇതെല്ലാം എന്താ പറയുക, ബ്രിട്ടീഷുകാർ ചെയ്ത പാലങ്ങളും ഡാമുകളും തന്നെയാണ്. അതിനൊക്കെ എത്രയോ വർഷ കാലാവധികൾ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഓരോ ഡാമുകളും ഓരോ പാലങ്ങളും പുതുക്കി പണിയേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ പുതുക്കി പണിയുമ്പോൾ പഴയതിൻ്റെ ക്വാളിറ്റിയെങ്കിലും പുതുതായിട്ട് ചെയ്യുന്നതിന് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട്. എന്തായാലും ജനങ്ങളുടെ ഭീതി മാറ്റേണ്ടത് എന്താ പറയുക, ജനങ്ങളെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എങ്കിൽ പോലും അതിന് ജസ്റ്റ് ഒരു ക്ലാരിറ്റി, അങ്ങനെ പറയുന്നതിനപ്പുറം ആ ഒരു ക്ലാരിറ്റി, ആ ഒരു വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ക്ലാരിറ്റി ജനങ്ങളോട് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും അവരുടെ ഭീതി മാറും, ഭയം മാറും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.